സുഹൃത്തുക്കൾക്കിടയിലോ ജോലിസ്ഥലത്തോ വീട്ടിനുള്ളിൽ തന്നെയോ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുന്ന പോലെ തോന്നാറുണ്ടോ? പൊതു ഇടങ്ങളിൽ സംസാരിക്കാൻ മടി തോന്നാറുണ്ടോ? മനസ്സിൽ ആശയങ്ങൾ ഉണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാനാകാതെ ചർച്ചകളിൽ പങ്കാളികളാകാൻ കഴിയാതെ പിന്മാറിയിട്ടുണ്ടോ? എങ്കിൽ ഈ ഓഡിയോ ബുക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നിത്യജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കൃത്യമായി ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ആശയവിനിമയത്തിനായി ഭാഷ ഉപയോഗിക്കുവാനുള്ള കഴിവാണ് മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള പേടികൾ മൂലം പലർക്കും മികച്ച ആശയവിനിമയം സാധ്യമാകുന്നില്ല. ഈ ഓഡിയോ ബുക്ക് നമ്മുടെ ഉള്ളിലെ ഭയത്തെ തോൽപ്പിച്ച് ആശയങ്ങൾ ഫലപ്രദമായി പങ്കുവെക്കുവാനും നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കുവാനും സഹായിക്കും. അധ്യായം 1. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മനസ്സ് തയ്യാറാക്കുക. ആശയവിനിമയം ജീവിതത്തിൽ അത്യാവശ്യമാണ്. ആത്മവിശ്വാസത്തോടെ മനോഹരമായി വ്യക്തതയോടെ സംസാരിക്കാനുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കലയും ശീലവും കൂടിയാണ്. ആത്മവിശ്വാസമുള്ളവരുടെ വാക്കുകളേക്കാൾ അവരുടെ മനോഭാവമാണ് നമ്മുടെ ഉള്ളിൽ പതിയുന്നത്. സംസാരത്തിന് മുൻപായി ഒരു സ്വയം വിലയിരുത്തൽ എപ്പോഴും നല്ലതാണ്. എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതിനുശേഷം ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് സ്വയം ചോദിക്കാം. എനിക്ക് സംസാരിക്കാൻ പേടിയുണ്ടോ? എങ്കിൽ എന്താവും കാരണം? എന്താണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ? സംസാരിച്ചാൽ മറ്റുള്ളവരെന്ത് കരുതും എന്ന ആശങ്ക എനിക്കുണ്ടോ? ഞാൻ പറയുന്നത് വിലപ്പെട്ടതാണെന്ന് ഞാൻ തന്നെ കരുതുന്നുണ്ടോ? സംസാരിക്കാനുള്ള പേടിയുടെ കാരണം എന്തായിരിക്കും? പറയുന്നത് തെറ്റിപ്പോകുമോ? അതിൽ പോരായ്മകൾ വരുമോ? മറ്റുള്ളവർ അതിനെ എങ്ങനെ വിലയിരുത്തും? തുടങ്ങിയുള്ള വിമർശന ഭയങ്ങളാണ് സാധാരണയായി എല്ലാവരെയും സംസാരങ്ങളിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത്. നമ്മൾ എല്ലാവരും പൂർണ്ണത ആഗ്രഹിക്കുന്നു. എന്നാൽ ആശയവിനിമയം മനോഹരമാവുന്നത് പൂർണ്ണതയിൽ നിന്നല്ല, മറിച്ച് സ്വാഭാവികതയിൽ നിന്നാണ്. മുൻകാല അനുഭവങ്ങളും ഇത്തരം അവസരത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട്. ഒരിക്കൽ കൃത്യമായി ആശയവിനിമയം ചെയ്യാനായില്ലെങ്കിൽ വീണ്ടും അങ്ങനെ ആയിപ്പോകുമോ എന്ന ഭയം മനുഷ്യ സഹജമാണ്. സ്വയം വില കുറച്ച് കാണുന്ന മനോഭാവം. നമ്മുടെ ശക്തികളെക്കാൾ ദൗർബല്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ട്. നാം പറയുന്നത് പലരുടെയും മനസ്സിൽ മാറ്റമുണ്ടാക്കിയേക്കാം. സംസാരത്തിനു മുൻപും സംസാര സമയത്തുമുള്ള മനസ്സിന്റെ ശാന്തത വളരെ പ്രധാനമാണ്. ശ്വസന നിയന്ത്രണത്തിലൂടെ നമുക്ക് ഒരു പരിധിവരെ ശാന്തത കൈവരിക്കാം. ഒരു വാക്കിന്റെ ശക്തി അത് പറയുന്ന മനസ്സിന്റെ അപ്പോഴത്തെ അവസ്ഥയിലാണ്. മനസ്സ് ശാന്തമല്ലെങ്കിൽ വാക്കുകളിൽ വിറയൽ വരാം, വ്യക്തത കുറയാം. അതിനാൽ സംസാരിക്കുന്നതിന് മുൻപുള്ള മാനസിക സന്തുലിതാവസ്ഥ വളരെ പ്രധാനമാണ്. സമാധാനത്തോടെ മിതവും നിയന്ത്രിതവുമായ ശബ്ദത്തിൽ പറയാൻ ശ്രമിക്കാം. ആത്മവിശ്വാസം ഒരു വികാരമല്ല, ഒരു ശീലം കൂടിയാണ്. അത് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല. ദിവസവും ചെറിയ ചെറിയ ജയങ്ങളിലൂടെ അത് വളർന്നു വരുന്നു. ഉദാഹരണത്തിന്, ദിവസവും 2 പുതിയ ആളുകളോട് ഹായ് പറയുക. ഒരു ചോദ്യം കേട്ടാൽ 1 സെക്കൻഡ് ആലോചിച്ച് മാത്രം മറുപടി പറയുക. സംസാരിക്കുമ്പോൾ നിലപാട് കൃത്യമായി പറയുക. ചെറിയ തീരുമാനം പോലും ഉറപ്പോടെ പറയുക. ഇതൊക്കെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ നമുക്ക് സ്വയം പരിശീലിക്കാവുന്നതാണ്. സ്വയം പ്രോത്സാഹനം. നമ്മുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്. നമുക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയും. നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ശബ്ദം ഉറപ്പുള്ളതും ശാന്തവുമാണ്. നമ്മൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ മനോഹരമായി സംസാരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ മെച്ചപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം സ്വയം പ്രോത്സാഹനത്തിന്റെ ഭാഗമാണ്. സ്വന്തം വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നവർക്ക് ആത്മവിശ്വാസം കൂടുകയും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നു. അധ്യായം 2. ശരീരഭാഷയ്ക്ക് ആശയവിനിമയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അപ്പുറത്തു നിൽക്കുന്നയാളിന്റെ കണ്ണിൽ നോക്കി മിതമായ ശബ്ദത്തിൽ സംസാരിക്കുന്നത്
ഒരേ സമയം നമുക്ക് ആത്മവിശ്വാസവും മറ്റുള്ളവർക്ക് നമ്മിലുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ നിൽപ്പിലും നടപ്പിലുമുള്ള ആത്മവിശ്വാസം മറ്റുള്ളവരെ ആകർഷിക്കും. ആകർഷകമായ ശരീരഭാഷ വാക്കുകളേക്കാൾ ശക്തമാണ്. ശരീരഭാഷ മനുഷ്യരുടെ മനസ്സിൽ വാക്കുകളേക്കാൾ വേഗത്തിൽ ശക്തമായി കാര്യങ്ങൾ എത്തിക്കുന്നു. നമ്മുടെ ആത്മവിശ്വാസം, ചലനം, മുഖഭാവം, ശാരീരിക നില എന്നിവ നമ്മൾ എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഘടകങ്ങളാണ്. ഉയർത്തിപ്പിടിച്ച ശിരസും അയഞ്ഞ ചുമലുകളും നടുനിവർത്തിയുള്ള ഇരിപ്പും നടപ്പും കണ്ണിൽ നോക്കിയുള്ള സംസാരവും ചെറുപുഞ്ചിരിയുമെല്ലാം ഒരാളുടെ ആത്മവിശ്വാസത്തെ കാണിക്കുന്നു. നമ്മുടെ സംസാര രീതിയും നാം നൽകുന്ന സന്ദേശവും ശരീരഭാഷയും ചേർന്നു പോകുന്നു എങ്കിൽ നമ്മുടെ ആശയവിനിമയം കുറ്റമറ്റതായിരിക്കും. അധ്യായം 3. വാക്കുകൾ സാധാരണ ശബ്ദങ്ങൾ മാത്രമല്ല, ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ആളുകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, മനുഷ്യബന്ധങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കലയാണ്. ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് ഒരു കഴിവാണ്. ആത്മവിശ്വാസവും വാക്കുകളിലെ ശക്തിയും സൗന്ദര്യവും ഒന്നിച്ചാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവർ ശ്രദ്ധിക്കും. വാക്കുകൾ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അത് ചില്ലറയല്ല. ഒരു വ്യക്തി എന്താണ് പറയുന്നത് എന്നതിലും എങ്ങനെയാണ് പറയുന്നത് എന്നതാണ് കൂടുതൽ പ്രധാനം. കഠിനമായ ഒരു വാക്ക് 3 സെക്കൻഡിൽ പറഞ്ഞാൽ 3 വർഷത്തെ ബന്ധം പോലും തകരാം. മൃദുവായ ഒരു വാക്ക് 3 സെക്കൻഡിൽ പറഞ്ഞാൽ 3 വർഷമായി അടഞ്ഞുകിടന്ന മനസ്സിന്റെ വാതിൽ തുറന്നേക്കാം. വാക്കുകൾ നമുക്കുള്ളിലെ വികാരങ്ങളുടെ പ്രതിബിംബമാണ്. നമ്മൾ ശാന്തരായിരിക്കുമ്പോൾ വാക്കുകൾക്ക് താളമുണ്ടാകും. നമ്മൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ വാക്കുകൾക്ക് ഉറപ്പുണ്ടാകും. നമ്മൾ സഹാനുഭൂതി കാണിക്കുമ്പോൾ വാക്കുകൾക്ക് ഊഷ്മളതയുണ്ടാകും. നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ സംഭാഷണത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്തും. എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ്, നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം എന്നിങ്ങനെ പ്രതിപക്ഷ ബഹുമാനമുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മളെ കേൾക്കുവാനുള്ള ഇഷ്ടം കൂടും. മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും ശക്തമായ 2 വാക്കുകളായ നന്ദി, ക്ഷമിക്കണം എന്നിവ അവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുക. നീ എപ്പോഴും ഇങ്ങനെയാണ്, നിനക്കൊന്നും അറിയില്ല, നിന്നിൽ നിന്ന് ഇതിലധികം ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നിങ്ങനെയുള്ള കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കഴിവതും ഒഴിവാക്കുക. ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ വില കുറച്ചു കാണുന്നതും അവരെ മോശമായി ബാധിക്കും. കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. സംസാരിക്കുമ്പോൾ മിതമായ വേഗതയിൽ സംസാരിക്കുന്നതും ആളുകൾക്ക് ആശയം വ്യക്തമാകാൻ സഹായിക്കുന്ന ഘടകമാണ്. അധ്യായം 4. ശബ്ദത്തിന്റെ ശക്തി. മനുഷ്യന്റെ ശബ്ദത്തിലുള്ള സ്ഥിരതയും താളവും ഊഷ്മളതയുമെല്ലാം മറ്റുള്ളവരിൽ വിശ്വാസമുണ്ടാക്കും. നിയന്ത്രിതവും വ്യക്തവുമായ ശബ്ദങ്ങൾ വാക്കുകളായി പുറത്തു വരുമ്പോൾ അത് മറ്റുള്ളവരിൽ സ്നേഹവും അടുപ്പവും ഉണ്ടാക്കുന്നു. വ്യക്തതയുള്ള വാക്കുകൾ മിതമായ ശബ്ദത്തിലും വേഗതയിലും പറയുമ്പോൾ അത് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രീതികൾ പരിശീലിക്കുകയും സ്വയം ചെയ്ത് ഇത്തരം കഴിവുകൾ സ്വായത്തമാക്കുകയും ചെയ്യാം. ഹമ്മിങ് എക്സർസൈസ്, ബ്രീത്തിങ് എക്സർസൈസ് എന്നിവയിലൂടെ ശബ്ദത്തിന്റെ സന്തുലനം നമുക്ക് ശരിയാക്കാൻ കഴിയും. ഇടയ്ക്കൊന്ന് നിർത്തി വീണ്ടും സംസാരിക്കുന്നതും കുറഞ്ഞ ശബ്ദത്തിൽ തുടങ്ങി ക്രമേണ ശബ്ദം ഉയർത്തുന്നതും സ്വന്തമായി ഒരു സംസാര ശൈലി ഉണ്ടാക്കിയെടുക്കുന്നതും നല്ലതാണ്. പ്രസന്നമായ മുഖഭാവത്തോടെ സംസാരിക്കുന്നതും കേൾവിക്കാരിൽ അടുപ്പമുണ്ടാക്കും. അധ്യായം 5. സാമൂഹിക ഇടപെടലുകളിലെ ആശയവിനിമയ രീതികൾ. ഒരു കൂട്ടായ്മയിൽ പുതിയ ആളുകളുമായി ഇടപെടുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് മറ്റുള്ളവരെ നമ്മിലേക്ക് അടുപ്പിക്കുന്നത്. എന്നാൽ പലരും ഇതിന് മടി കാണിക്കുന്നു. എന്തു പറയും, എങ്ങനെ തുടങ്ങും എന്നിങ്ങനെ പല ആശങ്കകളാണ് പലർക്കും. സ്വാഭാവികതയോടെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ലഭിക്കും. ആളുകളുടെ പേരറിയാമെങ്കിൽ പേര് വിളിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സംബോധന ചെയ്തോ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ബന്ധം ഉടലെടുക്കുന്നു.
എല്ലായ്പ്പോഴും സംഭാഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ആളുകൾ ഇഷ്ടപ്പെടും. എന്നാൽ ചുറ്റുമുള്ളവരെ പരിഗണിക്കാതെ സ്വന്തം ചിന്താഗതികളും അറിവുകളും മാത്രം പങ്കുവെക്കുന്നവരെ ആളുകൾ അംഗീകരിക്കില്ല. തൊഴിൽ സ്ഥലത്ത് ആളുകളുമായി നമ്മൾ ഇടപെടേണ്ട രീതി കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ ആശയങ്ങൾ പറയുകയും ആവശ്യമുള്ളത് മാത്രം വിവരിക്കുകയും നിർദ്ദേശങ്ങൾ മറ്റുള്ളവരുടെ സമ്മതത്തോടെ മാത്രം പങ്കുവെക്കുകയും ചെയ്യുന്ന രീതിയാണ് തൊഴിലിടങ്ങളിൽ എപ്പോഴും നല്ലത്. തർക്കത്തിനോ വാദത്തിനോ നിൽക്കാതെ മറ്റുള്ളവർക്ക് സമ്മർദ്ദം നൽകാത്ത ആശയവിനിമയ രീതിയാണ് തൊഴിൽ സ്ഥലത്ത് അനുയോജ്യം. വ്യക്തിഗത ബന്ധങ്ങളിൽ സംഭാഷണത്തിന്റെ പങ്ക്. വ്യക്തിഗത സംഭാഷണങ്ങളിൽ കേൾക്കുന്നതിനേക്കാൾ പറയാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു നല്ല കേൾവിക്കാരനാകുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. തങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ ഓരോ വ്യക്തിക്കും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ആത്മവിശ്വാസവും ഉണ്ടാക്കും. ചെറിയ ഇടപെടലുകളിലൂടെ അവരുടെ സംഭാഷണത്തിൽ നമുക്ക് സജീവമായി പങ്കെടുക്കാം. എന്നാൽ ഇത്തരം ഇടപെടലുകൾ അവരുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ചെറിയ അഭിനന്ദനങ്ങൾ ഇത്തരം സംഭാഷണങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കും. നമുക്ക് സംസാരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ സ്വന്തം കാഴ്ചപ്പാടുകളോ പ്രതികരണങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പങ്കുവയ്ക്കാം. പറയുന്ന ആളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന തോന്നൽ അപ്പുറത്തുള്ളയാളിൽ ഉണ്ടാക്കുക വളരെ പ്രധാനമാണ്. അധ്യായം 6. പ്രതികൂല സാഹചര്യങ്ങളിലെ ആശയവിനിമയം. സാധാരണ സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ കോപം, അസ്വസ്ഥത, അഭിപ്രായ വ്യത്യാസം, വിമർശനം, തെറ്റിദ്ധാരണ ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആശയവിനിമയ ശേഷി പരീക്ഷിക്കപ്പെടുന്ന അവസരങ്ങൾ. അത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിയുടെ പക്വത, ആത്മനിയന്ത്രണം, സമനില എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. വിമർശനം നേരിടുമ്പോൾ ഉടനടി പ്രതികരിക്കാതിരിക്കുക. വിമർശനം കേൾക്കുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ വിമർശനം എന്നത് മനുഷ്യർക്ക് മാനസികമായി വളരാനും സ്വയം തിരുത്താനുമുള്ള അവസരം കൂടിയാണ്. പലരും വിമർശനത്തെ നേരിടുന്നത് പല രീതിയിലാണ്. ചിലർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും, വാദപ്രതിവാദത്തിൽ ഏർപ്പെടും. ചിലർ ഒന്നും മിണ്ടാതെയിരിക്കും. എന്നാൽ വിമർശിക്കപ്പെടുന്നയാൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ആ സാഹചര്യത്തെ വിവരിക്കാൻ എതിർഭാഗത്തുള്ളയാളോട് ആവശ്യപ്പെടുകയും ചെയ്താൽ സന്ദർഭം കുറച്ചുകൂടി അനുകൂലമാകാനിടയുണ്ട്. സ്വയം ചിന്തിക്കാനും വിലയിരുത്താനും സമയം ആവശ്യപ്പെടുകയും ചെയ്യാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ അതേ വികാരത്തോടെ തിരിച്ചു പറയുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും അവരുടെ സംസാരത്തെ തടസ്സപ്പെടുത്തുന്നതും വെറുതെയാണ്. അതിനു പകരം നമുക്ക് ശാന്തമായി ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് പറയുകയും എന്താണ് അയാളുടെ കോപത്തിന് കാരണം എന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്താൽ പ്രശ്നം കൂടുതൽ വഷളാകാതെ നോക്കാം. കൂടാതെ ഉടനടി പ്രതികരിക്കാതെ ഉചിതമായ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അഭിപ്രായ വ്യത്യാസത്തെ മറികടന്ന് ഒരു സമവായത്തിലെത്താൻ ഇതെല്ലാം സഹായിക്കും. അധ്യായം 7. ദിവസവും 10 മിനിറ്റ് പ്രാക്ടീസ് കൊണ്ട് ആശയവിനിമയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാം. മിക്കവാറും ആളുകൾക്ക് ആശയവിനിമയം മെച്ചപ്പെടുത്തണം എന്നുണ്ട്. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്: സമയക്കുറവ്. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് നിങ്ങളിൽ നിക്ഷേപിച്ചാൽ നമ്മുടെ സംസാരശൈലി, ശബ്ദം, ആത്മവിശ്വാസം, ശരീരഭാഷ എന്നിവയിൽ കാര്യമായ മാറ്റം വരുത്താം. ശ്വാസ നിയന്ത്രണ വ്യായാമം, വ്യക്തതയ്ക്കായി ശബ്ദ പരിശീലനം, സംഭാഷണ പരിശീലനം എന്നിവ നിത്യജീവിതത്തിൽ നടപ്പാക്കുക. ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം, വ്യക്തമായ ഉച്ചാരണം, ശബ്ദ സ്ഥിരത, പൊതുവേദിയിൽ സംസാരിക്കാനുള്ള കഴിവ്, ആകർഷകമായ ആശയവിനിമയ രീതി എന്നിവ സ്വായത്തമാക്കാം. കുറെ നാളുകൾ അങ്ങനെ പരിശീലിച്ച ശേഷം നമുക്ക് സ്വയം വിലയിരുത്താം. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നും ഇനി എവിടെയെല്ലാം മെച്ചപ്പെടുത്തണമെന്നും അപ്പോൾ നമുക്ക് മനസ്സിലാകും. ആഴ്ചതോറും നമുക്ക് സ്വയം വിലയിരുത്തൽ നടത്താം. 3 മാസമാകുമ്പോഴേക്കും ശ്രദ്ധേയമായ മാറ്റം കാണാം. അധ്യായം 8. മനസ്സിലാക്കൽ.
നമ്മൾ സാധാരണയായി സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു സംഭാഷണത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ, അതായത് ആക്റ്റീവ് ലിസണിങ്ങിൽ, നമുക്ക് കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും വ്യക്തികളുമായി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കാനും ആത്മവിശ്വാസമുള്ള ആശയവിനിമയം നടത്താനും സാധിക്കുന്നു. നമ്മുടെ മനസ്സും ശരീരവും 100% സംഭാഷണത്തിൽ നിക്ഷിപ്തമാക്കുക. വാക്കുകൾ കേൾക്കുന്നതിനു പുറമെ പറയുന്ന രീതി, സ്വരഗതികൾ, നിർത്തലുകൾ, ശരീരഭാഷ എന്നിവ മനസ്സിലാക്കുക. തിരിച്ചു പ്രതികരിക്കുന്നതിനു മുൻപ് അപ്പുറത്തുള്ളയാൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി വിലയിരുത്തുക. പറയുന്ന വ്യക്തിയുടെ ആശയം, ഭാവന, പ്രശ്നങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പറയുന്ന വ്യക്തിയുടെ വിശ്വാസം നേടാനും തെറ്റിദ്ധാരണകളും തർക്കങ്ങളും ഒഴിവാക്കാനും നമുക്ക് കഴിയുന്നു. കേട്ട വിവരങ്ങൾ നന്നായി ഓർത്തെടുക്കാൻ കഴിയുന്നു. ബന്ധങ്ങൾ ശക്തമാകുന്നു. സംസാരിക്കുന്നയാളുടെ കണ്ണിൽ നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നതും സംസാരം തടസ്സപ്പെടുത്താതെ കേട്ടിരിക്കുന്നതും അംഗീകരിക്കുന്ന തരത്തിലുള്ള ശരീരഭാഷ നമുക്കുണ്ടാകുന്നതും സംസാരിക്കുന്നയാളുടെ വികാരം മനസ്സിലാക്കുന്ന രീതിയിൽ ചെറിയ മറുപടികൾ പറയുന്നതും പറയുന്നയാളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. പറയുന്നയാൾക്കുള്ള മറുപടി കണ്ടുപിടിക്കലല്ല, അയാളെ കേൾക്കുക എന്നതാണ് പ്രധാനം. ഒരാൾ പറയുമ്പോൾ മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാൽ പറയുന്ന ആൾക്ക് അതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടേക്കാം. പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്താതിരിക്കാനും ശ്രദ്ധിക്കണം. പറയുന്നതിനിടെ നമ്മൾ കോട്ടുവായിടുകയോ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയോ ചെയ്താലും ആളുകൾക്ക് താല്പര്യം കുറയാനിടയുണ്ട്. കൂട്ടുകാരോടും വേണ്ടപ്പെട്ടവരോടും നിശ്ചിത സമയം സംസാരിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക. സംസാരത്തിലൂടെ അവരുടെ മാനസിക നില ഊഹിച്ചെടുക്കുക. ആലോചിച്ച ശേഷം മാത്രം അവരുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി നൽകുക. ഇവയെല്ലാം നമുക്ക് പരിശീലിച്ചെടുക്കാവുന്നതാണ്. അധ്യായം 9. ഓരോ മനുഷ്യനും വളർന്ന സാഹചര്യങ്ങൾ, ചിന്താഗതികൾ, സമൂഹത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയതും പഠിച്ചതുമായ കാര്യങ്ങൾ, ഇവയെല്ലാം അയാളുടെ ആശയവിനിമയ രീതിയെ സ്വാധീനിച്ചേക്കാം. തെറ്റിദ്ധാരണകൾ, മുൻധാരണകൾ, വ്യത്യസ്ത ലക്ഷ്യങ്ങളും മുൻഗണനാക്രമവും, വികാരം പ്രകടമാക്കുന്ന രീതികൾ, സമയം, സമ്പത്ത്, അംഗീകാരം എന്നിവയിലുള്ള വ്യത്യസ്തത തുടങ്ങി കുറേയധികം കാര്യങ്ങൾ കലഹങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായേക്കാം. മുഴുവൻ കേട്ട ശേഷം മറുപടി നൽകുകയും മുഴുവൻ പറയാനുള്ള സമയം ചോദിച്ചു വാങ്ങുകയും ചെയ്യാം. അപ്പുറത്തുള്ളയാളുടെ വികാരം മനസ്സിലാക്കി സംഭാഷണം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടാവുന്നതാണ്. പ്രശ്നങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ പരിഹാരത്തിൽ ശ്രദ്ധിക്കുക. ശാന്തമായും സ്വസ്ഥമായും നിഷ്പക്ഷമായും കാര്യങ്ങളെ കാണുകയും പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുകയും ചെയ്യുക. മേൽപ്പറഞ്ഞ രീതികളിൽ ചിലതെങ്കിലും പ്രാവർത്തികമാക്കിയാൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനുള്ള കഴിവും മനസ്സിലാക്കാനും സ്വാധീനം ചെലുത്താനുമുള്ള ശക്തിയും നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ വാക്കുകൾക്ക് മൂല്യവും ആശയങ്ങൾക്ക് പ്രകാശവും ബന്ധങ്ങൾക്ക് ശക്തിയും ലഭിക്കുന്നു. ജീവിതത്തിലെ ചോദ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശങ്കകൾ എന്നിവയെല്ലാം ആത്മാർത്ഥതയോടെ നേരിടാൻ നമുക്ക് കഴിയും. എല്ലാ ദിവസവും കുറച്ചു സമയമെങ്കിലും ഇതിനായി മാറ്റിവെച്ചാൽ ഓരോ സംഭാഷണവും ഒരു അവസരമായി മാറും. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള, മനസ്സിലുള്ള ഭയങ്ങളെ മാറ്റി ജയം നേടാനുള്ള, ബന്ധങ്ങൾ ശക്തമാക്കാനുള്ള അവസരമാകും. ഓരോ വാക്കും, ഓരോ ദൃശ്യവും, ഓരോ കേൾവിയും നമ്മുടെ വ്യക്തിത്വത്തിന്റെ മാറ്റുകൂട്ടും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭാഷണങ്ങളിലും ശക്തിയും ആത്മവിശ്വാസവും നിറയട്ടെ. നമ്മുടെ വാക്കുകൾ ലോകത്തെ സ്വാധീനിക്കട്ടെ. മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കട്ടെ. ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കട്ടെ. നന്ദി.